യെസ്. ഇനി ഞാന് കുറച്ച് ബേസിക് കാര്യങ്ങൾ, അതായത് നമ്മുടെ ബോഡിയുടെ, ഇപ്പൊ സാദിഖ് ഭായി പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ബോഡി റോട്ടിൽ, നിങ്ങളെ വണ്ടി റോട്ടിൽ കിടക്കാതിരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പെട്രോൾ കഴിഞ്ഞോ, എഞ്ചിൻ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടോ, ബ്രേക്ക് ഓയിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ള അറ്റ്ലീസ്റ്റ് ആ ഇൻഡിക്കേറ്ററുകളെങ്കിലും നോക്കാൻ നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പോ ബോഡിയുടെ ഒരു ചെറിയ ബേസിക് ആണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫാസ്റ്റിങ്ങിനോടെ കുറിച്ചിട്ടുള്ള ഒരുപാട് മിത്തുകൾ, ഈവൻ സയന്റിഫിക് ആണെന്ന് വിചാരിക്കുന്ന പല മിത്തുകൾ വരെ പൊളിഞ്ഞു പോകും. പല മിത്തുകൾ വരെ. അതായത് ഈ ഫാസ്റ്റ്, ചില ആളുകളുണ്ട്, ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കാണുന്നുണ്ട്. അതായത് ഈ റിലീജിയനെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന റിലീജിയസ് ആൾക്കാരുണ്ട്. അതായത് അവര് റിലീജിയസ്ലി റിലീജിയനെ എതിർക്കുന്നു, അവര് റിലീജിയൻ ഇല്ലാത്ത ഒരു റിലീജിയൻ പോലെയാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അതിനൊക്കെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോഡി ബേസിക്കലി നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എനർജി കിട്ടുന്നത്? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമായ എനർജി കിട്ടുന്നത്? ഫുഡിൽ നിന്നാണ്. ഓക്കെ, ഫുഡ്, കാർബ്സ്, വെരി ഗുഡ്. ഫുഡ്, കാർബ്സ്, യെസ്, വെരി ഗുഡ്. ഫുഡാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക്സ് സോ മച്ച്. സോ നമ്മുടെ സെൽസ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിയുടെ പ്രൈമറി എനർജി സോഴ്സ്. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിയുടെ പ്രൈമറി എനർജി സോഴ്സ്. പ്രൈമറി സോഴ്സ് ആണ് ഗ്ലൂക്കോസ്. ഈസിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഒന്നാമത്തെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. നമ്മൾ ഫാസ്റ്റിംഗ് ഫോർ എനർജി കഴിഞ്ഞ കൊല്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? മിന്നൽ ഡയബറ്റീസ് റിവേഴ്സൽ നിന്നും അതുപോലെ തന്നെ ഇൻസുലിൻ ഇസ് ദ കിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി റീക്യാപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ബ്ലഡിന് 3 ലെവലുകൾ ഉണ്ടാവും. ഒന്ന് നോർമൽ ലെവൽ ഉണ്ടാവും, അതായത് 100 mg എന്ന് പറയുന്നത്. നിങ്ങൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നോക്കുക 100ന്റെ താഴെയാണ്, കുഴപ്പമില്ല. 100 മേലെ പോയി കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് ആയി, അല്ലെങ്കിൽ അതിന്റെ മേലെ 120, 130 ആയി കഴിഞ്ഞാൽ ഡയബറ്റിക് ആയി എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോ ഈ നോർമൽ ലെവൽ 100 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ 5 ഗ്രാം ഷുഗർ ബ്ലഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാലും ടോക്സിക് ആണ്. അതിനെ ബ്ലഡ് ഷുഗർ കൂടി എന്ന് പറയും, ഭയങ്കര ഹയർ ഷുഗർ ഉണ്ട് എന്ന് പറയും. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. അപ്പോ ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. എങ്ങനെയാണ്? അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിങ്ങിലുള്ള മിക്കവാറും ആളുകളുടെ ഒരു ചലഞ്ച് ഉണ്ടാവുക ബ്ലഡ് ഷുഗർ കുറയും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് പ്രശ്നം ഉണ്ടാവും, തളർന്നു പോകും, ബോധം കിട്ടും, മരിച്ചു പോകും എന്നൊക്കെ പറയും. സോ ഒന്നാമത്തെ പീസ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിലെ ഷുഗർ ആണ്, ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജി സെൽസിന് എനർജി കൊടുക്കുന്ന ഒരു പ്രധാന ഫ്യൂവൽ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സപ്പോസ് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടി, നമ്മൾ ഒരു പ്ലേറ്റ് 2 പ്ലേറ്റ് മന്തി കഴിച്ചു, ബിരിയാണി കഴിച്ചു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നോർമൽ ബ്ലഡ് ഷുഗർ അടിച്ച് കയറും. ബ്ലഡ് ഷുഗർ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ ബ്ലഡ് ഷുഗർ ഈ 100 mgന്റെ മേലെ പോയി കഴിഞ്ഞാൽ ടോക്സിക് ആണ്. അതിനെ എത്രയും പെട്ടെന്ന് പിടിച്ചു താഴ്ത്താൻ നമ്മുടെ ബോഡിയിൽ ഒരു ഹീറോ ഉണ്ട്. ആ ഹീറോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് അത് പിടിച്ചു താഴ്ത്തുക എന്ന് വിചാരിക്കുന്നത്? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. ഹൗ ബോഡി വിൽ റെഡ്യൂസ് ബ്ലഡ് ഷുഗർ ഇഫ് ഇറ്റ് ഈസ് ഷൂട്ടിംഗ് ഹൈ? ചാറ്റ് ബോക്സ് വരാം. യെസ്, ഇൻസുലിൻ ആണ്. പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ പീസ്. ബ്ലഡ് ഷുഗർ ഇങ്ങനെ ബ്ലഡിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻക്രിയാസ് സെൽസിനോട് പോയിട്ട് പറയും, ഹബീബി ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ മരിച്ചു പോകും, എത്രയും പെട്ടെന്ന് ഈ ഷുഗറിനെയൊക്കെ സെൽസിനുള്ളിൽ കയറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് താക്കോലിട്ട് ഡോറ് തുറക്കും, എല്ലാ എക്സസ് ഷുഗറിനെ അവിടെ കയറ്റും, ബ്ലഡ് ഷുഗർ നോർമലാണ്. ഇതാണ് നോർമൽ പ്രോസസ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്ലൂക്കോസ് ഉണ്ട്, രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, സപ്പോസ് ബ്ലഡ് ഷുഗർ ലോവർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണല്ലോ പ്രശ്നം. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയുന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രശ്നം. യെസ്, ലോവർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിബഡിനോ? പുതിയ ആൾക്കാരെ കാര്യം പറയാൻ പറ്റുമോ? ബ്ലഡ് ഷുഗർ ലോവർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? യെസ്, ഗ്ലൂക്കഗോൺ. വെരി ഗുഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കുന്നു, മിക്കവാറും നമ്മളുടെ കേരള മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 25, 30 ടീസ്പൂൺ ഷുഗർ ഉണ്ടാവും മിനിമം. ഒരു ആവറേജ് ഞാൻ പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ബ്ലഡിൽ ഷുഗർ കൂടും. ബ്ലഡിൽ എന്ത് ചെയ്യും? ഷുഗർ ഇൻക്രീസ് ചെയ്യും, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസ് എന്ന് പറഞ്ഞ ഒരു ടീം ഓഫ് സെൽസ് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസ് ആയിട്ടുള്ള, അതായത് 1 ടീസ്പൂണിന് പകരം 10 ടീസ്പൂൺ കഴിച്ചു, അപ്പൊ എന്ത് ചെയ്യണം? 9 ടീസ്പൂൺ ഷുഗർ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാങ്ക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിന്റെ സഹായത്തോടെ ഈ എക്സസ് ആയിട്ടുള്ള ഷുഗറിനെ സെൽസിലോട്ട് മൂവ് ചെയ്യും. അതിൽ ആദ്യം ലിവർ സെൽസിലോട്ട് മൂവ് ചെയ്യും, അതിനുശേഷം മസിൽ സെൽസിലോട്ട് മൂവ് ചെയ്യും, അതിനുശേഷം ഫാറ്റ് സെൽസിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് നോർമലി ഉള്ള പ്രോസസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യും? നോർമൽ ആവും. 100 mg ആയിട്ട് മാറും, അല്ലെങ്കിൽ 100 mg താഴെയായിട്ട് വരും, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയിട്ട് മാറും. അപ്പൊ ബോഡി ഹെൽത്തി ആവും, ബോഡിക്ക് നോർമലാണ്. ഞാൻ ഇമാജിൻ ചെയ്യുക, ഓൾറെഡി നമ്മുടെ ബ്ലഡ് ഷുഗർ ഇപ്പൊ നോർമലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷുഗർ മാത്രമേ ബ്ലഡിലുള്ളൂ, 100 mg താഴെയാണ്, ഓൾറെഡി നോർമലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നില്ല. ഓക്കെ, ഈ നോർമൽ ആയ ആള് ഭയങ്കരമായിട്ട് ഇന്റൻസീവ് ആയിട്ട് എക്സസൈസ് ചെയ്യാന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയിട്ട് മരിച്ച് എക്സസൈസ് ചെയ്യാം. ഓൾറെഡി ബ്ലഡ് ഷുഗർ നോർമലാണ്. ഇയാൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് വേണം? ബ്ലഡ് ഷുഗർ കൂടുതൽ ആവശ്യമാണ്, കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ ബ്ലഡ് ഷുഗർ ബ്ലഡിൽ നിന്ന് മസിൽസിലോട്ടും മറ്റേ ഓർഗൻസിലോട്ടും പോകും. അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഷുഗർ എന്ത് സംഭവിക്കും? ബ്ലഡ് ഷുഗർ വീണ്ടും കുറയും, സാധാരണക്കാളും കുറയും. അങ്ങനെ കുറയുമ്പോൾ ബോഡിക്ക് ഒരു ഇന്റലിജന്റ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം മിക്കവാറും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയല്ല, ചില ഡോക്ടർമാർക്ക് പോലും ഇത് അറിയാത്തത് പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. നമ്മളെ ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ നമ്മളെ പാങ്ക്രിയാറ്റിക് സെൽസിലെ ആൽഫ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിനെ സെൽസിന്റെ ഉള്ളിൽ ഷുഗറിനെ കയറ്റാനാണെങ്കിൽ ഗ്ലൂക്കഗോൺ സെൽസിന്റെ ഉള്ളിൽ നിന്ന് ഷുഗറിനെ റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്, ഹോർമോണാണ്. ഇതെന്ത് ചെയ്യും? നിങ്ങളുടെ ലിവറിൽ നിന്ന്, ആദ്യം ലിവറിലാണ് സ്റ്റോർ ചെയ്താണ് ഉപയോഗിക്കുക. ഓക്കെ, ലിവറിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ടെമ്പററി കാർബോഹൈഡ്രേറ്റിനെ, ടെമ്പററി ഷുഗറിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡ് സ്ട്രീമിൽ ബ്ലഡ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് റഫീഖ് അബ്ദുള്ളക്ക് 3 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ അയാൾ മരിച്ചു പോകും. ഇവിടെ സംസാരിക്കോ? എന്തുകൊണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള, ഇന്നത്തെ കാണുന്ന AI സിസ്റ്റത്തിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു AI സിസ്റ്റങ്ങളുടെ ബോർഡർ ഉള്ളിലുണ്ട്. ഹൈലി ഇന്റലിജന്റാ. അപ്പോ ബ്ലഡ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു പ്രോസസ് ഉണ്ട്. അതെന്ത് ചെയ്യും? ലിവറിന്ന് എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിലോട്ട് ഷുഗർ അയക്കും. ഇനി ലിവറിൽ തീർന്നു വിചാരിക്കുക, ഒരു 10-12 മണിക്കൂർ കഴിയുമ്പോൾ ലിവറിൽ തീരും. അപ്പൊ എന്ത് ചെയ്യും? മസിൽ നിന്നുള്ളത് എടുക്കും. ഡിപ്പെൻസ് ഓൺ ഇന്റൻസിറ്റി ഓഫ് വർക്കൗട്ട് ഒക്കെ കഴിയുമ്പോൾ മസിൽ നിന്നുള്ള എടുക്കും. എന്നിട്ടും ഫുഡ് ഇല്ലെങ്കിൽ പിന്നെ ഫാറ്റിൽ നിന്നുള്ള എടുക്കും. അപ്പോ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തിക്കുന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 3, 4, 5 നേരം ഭക്ഷണം കഴിക്കുന്നത് കാരണം 24/7 ലിവർ ഫുൾ ആയിരിക്കും. ഫുൾ ആയിരിക്കുന്നു മാത്രമല്ല, ലിവറിനെ ലോഡ് ചെയ്ത് ഫാറ്റി ലിവർ മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോ ലിവർ ഡാമേജ് ആവും. പിന്നെ അത് കാരണം തന്നെ ഈ റിവേഴ്സ് പ്രോസസ് പ്രോപ്പറായിട്ട് നടക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ടയർഡാവും. സോ ഇതാണ് നമ്മുടെ ബോഡിയിലെ ഒരു നാച്ചുറൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോ ഈവൻ നിങ്ങൾ ബോഡിക്ക് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ബോഡി ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൗ മെനി ഓഫ് യു നോ ദിസ്? അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് അല്ല എന്ന് നമ്മൾ ന്യൂട്രീഷന്റെ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഫാറ്റും പ്രോട്ടീനും ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടത്. ഷുഗർ നിങ്ങൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ ബോഡി തന്നെ ഷുഗറിനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ എന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. 36 മണിക്കൂർ ഞാൻ ഫാസ്റ്റ് ചെയ്തിട്ടും എന്റെ ബ്ലഡ് ഷുഗർ താഴോട്ട് പോകുന്നില്ല. അതിങ്ങനെ പിടിച്ചിട്ട് മേലെ കയറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. എന്തുകൊണ്ടോ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റിവേഴ്സ് പ്രോസസ് ഉണ്ട് എന്നുള്ളതാണ്. നൗ അടുത്ത ബേസിക്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കഗോണും ഗ്ലൈക്കജനും ആണ്. നമ്മളിപ്പോ കവർ ചെയ്തത് ഗ്ലൂക്കഗോണും ഗ്ലൈക്കജനും ആണ്. ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ടെമ്പററി കാർബോഹൈഡ്രേറ്റിനെ പാങ്ക്രിയാസിന്റെ ഇൻസുലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് അയക്കും. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടും. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് 3, 4. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബോഡി തന്നെ മാനുഫാക്ചർ ചെയ്തോളൂ. നിങ്ങൾ ബോഡിനെ വീണ്ടും കൊടുത്ത് ഇടങ്ങാറാക്കണ്ട. ബോഡി തന്നെ മാനുഫാക്ചർ ചെയ്തോളൂ.
അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ഫോർ എനർജിയിൽ വരുന്ന ആളുകൾ ഡയബറ്റീസ് റിവേഴ്സ് ആവുന്നത്. കാരണം ഷുഗർ, സാധാരണ ഡോക്ടർമാർ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, എല്ലാ ദിവസവും 3 മീലിന് പകരം 10 മീൽ കഴിക്കാൻ പറയും. 3 ഇഡ്ഡലി ആണെങ്കിൽ 1 ഇഡ്ഡലി 1 മണിക്കൂർ, അടുത്ത മണിക്കൂറിൽ 1 ഇഡ്ഡലി കഴിക്കാം, അടുത്ത മണിക്കൂർ. അപ്പൊ 24/7 ഈ ഷുഗർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലിവറിന്റെ റിവേഴ്സ് പ്രശ്നം നടക്കുന്നില്ല. അപ്പൊ എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ ഡിലേ ആയി കഴിഞ്ഞാൽ അവരെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല, അവരെ സിസ്റ്റം ഡാമേജ് ആയത് കാരണം അവർക്ക് പെട്ടെന്ന് വിശക്കും, തലറങ്ങി വീഴും. അതേസമയം ഈ സിസ്റ്റത്തെ പ്രോപ്പർ ആക്കി നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിബഡി ക്യാൻ റിവേഴ്സ് ഇറ്റ്. അപ്പൊ ഗ്ലൂക്കോസ് നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ബോഡിയിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്താണ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് കാര്യം, കീറ്റോൺ ബോഡീസ് ആണ്. കീറ്റോൺ ബോഡീസ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കീറ്റോ ഡയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കീറ്റോൺ ഡയറ്റ് എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത് കീറ്റോൺ ബോഡീസ് എന്നുള്ള വേർഡ് നിന്നാണ്. അതായത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി നമ്മൾ ഹൈബ്രിഡ് കാറിന്റെ കഥ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജീനെ എടുത്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇത് മാറ്റാൻ സഹായിക്കുന്ന ടീമാണ് കീറ്റോൺ ബോഡീസ്. അപ്പൊ കീറ്റോൺ ബോഡീസ് ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ കോ എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ആക്കി മാറ്റും. ടെക്നിക്കൽ ആണെന്ന് എനിക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു ബേസിക് ആയിട്ട്. ഇത് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് നേരെ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തിക്കും, ഇത് എനർജി ആക്കി മാറ്റും. അപ്പൊ ബോഡിയിൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടൊരു സിസ്റ്റം ഉണ്ട്. ഇതൊരു മെറ്റബോളിക് പ്രോസസ്സാണ്, ഇതൊരു ഡയറ്റിന്റെ പേരല്ല. ഇത് നിങ്ങളെ ബോഡിയിൽ പടച്ചോൻ വെച്ചിട്ടുള്ള ഒരു മെറ്റബോളിക് പ്രോസസ്സിന്റെ പേരാണ്. ഫുഡിനെ ഉപയോഗിക്കുന്ന രീതിയുടെ പേരാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തോ കഴിച്ചു കഴിഞ്ഞാൽ, പടച്ചോൻ ഉണ്ടാക്കിയ ഒരു സാധനം അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചോ എന്നൊക്കെ പറയണം. സിമ്പിൾ ഫിസിയോളജിയാണ്, സിമ്പിൾ ആണത്. ബോഡിയിൽ ഓൾറെഡി ഉള്ള പ്രോസസ്സാണത്. ആ പ്രോസസ്സിനെ എടുത്തിട്ടാണ് അവർ പേരുണ്ടാക്കിയിട്ടുള്ളത് കീറ്റോ ഡയറ്റ് എന്ന്. അപ്പൊ നിങ്ങൾ കാർബ്സ് കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യിക്കാൻ കീറ്റോൺസിന്റെ സഹായത്തോടെ ഇതിനെ ബേൺ ചെയ്യും, അത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ നിങ്ങൾ കാർബ്സ് കഴിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിലും, ഇന്ന് എല്ലാവരുടെ ബോഡിയിലും എക്സ്ട്രാ ഫാറ്റ് ഉണ്ടാവും. മിനിമം ഒരു 2-3-4 ദിവസം, ഒരാഴ്ചയൊക്കെ പോകാനുള്ള ഫാറ്റ് ഉണ്ടാവും ശരീരത്തിൽ, എക്സ്ട്രാ ഡെപ്പോസിറ്റ്. എസ്പെഷ്യലി വയറിന്റെ അവിടെ കാരണം ചബ്ബി ഫേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആദംസ് ആപ്പിൾ കാണാത്ത രീതിയിൽ അതിനെ കവർ ചെയ്തിട്ടുണ്ടാവാം. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് 1-2 സുഖമായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. കാരണം അത്രക്ക് ഫാറ്റ് നമ്മുടെ ബോഡി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫാറ്റിനെ റിമൂവ് ചെയ്യാനുള്ള, ഫാറ്റിനെ ബേൺ ചെയ്യാനുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഫുൾ ടൈം നമ്മൾ തിന്നുകൊണ്ടിരിക്കണം, 24/7 നമ്മൾ സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ ഒരു പബ്ലിക് ഇവന്റ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഒരു 24 hours ഒക്കെ ഫാസ്റ്റ് ചെയ്തിട്ട് പോവാം. ഭയങ്കര എനർജി ആയിരിക്കും, നമുക്ക് വിക്കലുണ്ടാവില്ല, ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും, ബ്രെയിന് നല്ല ഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ബ്രെയിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്യൂവലാണ് കീറ്റോൺസ് അല്ലെങ്കിൽ ഫാറ്റ് എനർജി, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് 5ാമത്തെ നമ്മുടെ ബേസിക്കലുള്ളത്. 6ാം സ്ഥാനത്ത് പറഞ്ഞാൽ തന്നെ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ലിപ്പിഡ്സ് മോളിക്യൂൾ ഉണ്ട്. അതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ലിപ്പിഡ്സ് ആണ്, ഇറ്റ്സ് നോട്ട് എ കൊളസ്ട്രോൾ ആക്ച്വലി. LDL, VLDL ഇതൊക്കെ പറഞ്ഞത് ലിപ്പിഡ്സ്, നമ്മുടെ കൊളസ്ട്രോൾ മാസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്താണ്. അപ്പോ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന പാക്കറ്റിലാണ് ഈ എനർജിനെ എന്ത് ചെയ്യുക, ബോഡിയിലോട്ട് എത്തിക്കുക. അപ്പൊ ട്രൈഗ്ലിസറൈഡ് കൂടി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരുപാട് എനർജി പാക്കറ്റ് പുറത്ത് കറങ്ങി നടക്കാന്നുള്ളതാണ്. സോ ഫ്രീ ഫാറ്റി ആസിഡ് നമുക്ക് എന്ത് കിട്ടും, നമ്മളെ ബോഡി മസിലിന്റെ ഒക്കെ ആക്ടിവിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതെന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. ലെറ്റ് മീ സീ ഇഫ് ദർ ഇസ് ഓക്കെ 7th one ഗ്ലിസറോളോട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്ലിസറോള്. ഇതെന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇമാജിൻ ചെയ്യാൻ നമ്മൾ കാട്ടിലായിരുന്നു ജീവിച്ചത്, അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് നമ്മൾ ഹണ്ടേഴ്സ് ആൻഡ് ഗദറേഴ്സ് ആയിരുന്നു. നമുക്ക് ഭക്ഷണം കിട്ടിയില്ല, ഇന്നിപ്പോ ഹണ്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് വിശക്കും, നമ്മൾ ടയേർഡാവും, നമ്മൾ ഇന്ന് രാത്രിയായി ടയേർഡാവും, 10-16 മണിക്കൂർ കഴിയും, നമ്മൾ വീണ്ടും ക്ഷീണിക്കും, ഒരു 20-24 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ടയേർഡാവും. അപ്പോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും നമ്മൾ ടയേർഡാവും. അപ്പൊ ബോഡി ഹൈലി ഇന്റലിജന്റ് ആണ്. ഇവനെ വീണ്ടും ടയേർഡ് ആക്കി കഴിഞ്ഞാൽ ഇവൻ മരിച്ചു പോകും. കാരണം നമ്മുടെ ഉള്ളിൽ കുറെ ബാക്ടീരിയാസ് ഉണ്ട്, മൈട്രോകോൺട്രിയാസ് എന്ന് പറയും. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ മനുഷ്യ സെൽസിനെക്കാട്ടിലും കൂടുതൽ ബാക്ടീരിയൽ സെൽസ് ആണ് ഉള്ളതെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്.
സോ അവരുടെ ലക്ഷ്യമാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. അവരുടെ ലക്ഷ്യമാണ് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? പട്ടിണി കടന്ന് ക്ഷീണിച്ച് നമ്മൾക്ക് ഫാറ്റിലോട്ട് ഗിയർ മാറ്റിയിട്ട് നമ്മുടെ ബോഡിയിൽ ഹ്യൂജ് ലെവൽ ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹണ്ട് ചെയ്യാനും ഗ്യാദർ ചെയ്യാനും എനർജി കിട്ടും. അപ്പൊ ഇതിന് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഗ്ലിസറോളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ഷോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഹൈബ്രിഡ് എഞ്ചിനാണ് നിങ്ങൾക്കുള്ളത്. പുതിയ കാറുകളിലുള്ള ഹൈബ്രിഡ് എഞ്ചിന് പണ്ട് തന്നെ ആദം നബിയുടെ കാലം മുതലേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പഠിച്ചോന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിന് പുല്ല് വിലയാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ എഞ്ചിന് എന്തിന് വർക്ക് ചെയ്യാം? നിങ്ങളുടെ എഞ്ചിന് ഗ്ലൂക്കോസിന് വർക്ക് ചെയ്യാം, പെട്രോൾ അടിച്ചിട്ട് വർക്ക് ചെയ്യാം, ഡീസൽ അടിച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫാറ്റിന് വർക്ക് ചെയ്യാം, കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ച്, കീറ്റോൺസ്. ഇത് രണ്ടും ഹൈബ്രിഡ് ആണ്. ഇത് കുറയുമ്പോൾ ബാറ്ററിയിൽ സ്വിച്ച് ചെയ്യുകയും പെട്രോൾ തീരുമ്പോൾ ഇതിലോട്ട് സ്വിച്ച് ചെയ്യുക ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് നാച്ചുറൽ ഇത് സ്വിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ ഫിസിയോളജി ആണ് എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്നാണ്. സോ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡേർട്ടി ഫ്യൂൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ഗ്ലൂക്കോസിലാണ് റൺ ചെയ്യണതെങ്കിൽ, അതായത് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്തിട്ട് ബോഡി ഗ്ലൂക്കോസ് ക്രിയേറ്റ് ചെയ്യും, അത് കുഴപ്പമില്ല. നിങ്ങൾ ഗ്ലൂക്കോസിനെ സപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളെ സിക്കാക്കും. അതേസമയം കീറ്റോൺസ് എന്ന് പറയുന്നത് ക്ലീൻ ഫ്യൂൽ ആണ്. നമ്മൾ റോക്കറ്റിലൊക്കെ അടിക്കുന്ന അല്ലെങ്കിൽ എയറോപ്ലെയിനിലൊക്കെ അടിക്കുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഫ്യൂൽ ആയിരിക്കും. ഇതുപോലെ തന്നെ ക്ലീൻ ഫ്യൂൽ ആണ് കീറ്റോൺസ് എന്ന് പറയുന്നത്. ഇതിലോട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫയറിലായിരിക്കും, നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ല, നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്യും, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് ആക്ഷൻ എടുത്ത് പോകാൻ പറ്റും, ജിമ്മിൽ പോകാൻ പറ്റും, ഒക്കെ പോകാൻ പറ്റും, ഈവൻ ഡ്യൂറിങ് ദ ഫാസ്റ്റിംഗ്. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. ഞാൻ 36 മണിക്കൂറിലധികം, കാരണം ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തൊരു സ്ക്രീൻഷോട്ടാണ്. അതിനുശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ആൾമോസ്റ്റ് 37 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇതെന്റെ ബ്ലഡ് ഷുഗർ റീഡിംഗ് ആണ്. ഇത് രാവിലെ, അതായത് ഫസ്റ്റ് 24 അവേഴ്സ് കഴിഞ്ഞ് ഞാൻ രാവിലെ എണീച്ചിട്ട് 8:30 അതായത് ടിപ്പിക്കലി പറയുകയാണെങ്കിൽ, ഒരു സാധാരണ ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ പറയുകയാണെങ്കിൽ ഒരു 24 അവേഴ്സ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ബ്ലഡ് ഷുഗർ താഴണ്ടേ? എന്റെ ബ്ലഡ് ഷുഗർ താന്നില്ല. എന്താ കാരണം? ബിക്കോസ് എന്റെ ലിവറിൽ സ്റ്റോർ ചെയ്ത ഫാറ്റിനെ കാർബോഹൈഡ്രേറ്റിനെ റിമൂവ് ചെയ്തു, എന്റെ മസിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റിമൂവ് ചെയ്തു, പിന്നെ എന്റെ ഫാറ്റിനെ തൊടാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ഗെറ്റിംഗ്? അങ്ങനെ എന്ത് ചെയ്യാണ്? 36 അവേഴ്സ് കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ എന്താണ്? ബ്ലഡ് ഷുഗർ നോർമലാണ്. ഇറ്റ്സ് ബിക്കോസ് ദർ ഈസ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻ യുവർ ബോഡി. യുവർ ബോഡി ഈസ് എ ഹൈലി പവർഫുൾ AI സിസ്റ്റം. ഭയങ്കര ഇന്റലിജൻസ് ഉള്ള സിസ്റ്റം ആണ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലഡ് ഷുഗർ ഡൗൺ ആവില്ല. എസ്പെഷ്യലി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈവൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. അതിന്റെ ഒരേ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുക ഇത് മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്കും ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും പല പ്രശ്നങ്ങളുള്ള ആളുകളുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇല്ലാന്നേ പറയുന്നില്ല. കാരണം മിക്കവാറും ആളുകൾ പറയും, മാറൂഫ് എന്റെ പ്രോഗ്രാമിൽ സൈഡ് എഫക്ട്സ് ഇല്ലേ? സൈഡ് എഫക്ട്സ് ഇല്ലാതൊരു സാധനം ഉണ്ടാവില്ല. ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്താണ് സൈഡ് എഫക്ട്സ്? ഡയബറ്റീസ് മാറും, നിങ്ങൾ HbA1c ട്രാക്ക് ആവും, നിങ്ങൾ ട്രൈഗ്ലിസറൈഡ് കുറയും, നിങ്ങൾ യൂറിക് ആസിഡ് കുറയും, നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ സൈഡ് എഫക്ട്സാണ്. ഇത് ആർക്കും കിട്ടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആർക്കും ഷെയർ ചെയ്തിട്ട് ഓക്കെ, ഇത് പഠിപ്പിച്ചൊന്നും ചെയ്യരുത്. ഭയങ്കര സൈഡ് എഫക്ട്സാണ്.